അമ്മ. ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ആഴമുള്ള വാക്ക്. സ്നേഹവും ത്യാഗവും കരുതലും എല്ലാം നിറഞ്ഞ ഭൂമിയിലെ ദൈവം. നമസ്കാരം. ഇന്ന് ലോക മാതൃദിനമാണ്. ഈ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് അമ്മമാർക്ക് വേണ്ടി ഒരു പാട്ട്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്ത് കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഈ മാതൃദിനത്തിൽ അമ്മയെ ഒരുപാട് സ്നേഹിച്ച ഒരു മകനോട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം, അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് മാതൃദിനമാണ്. അതെ. അമ്മ എന്ന് പറയുന്ന വികാരം എല്ലാവർക്കും വളരെ വിലപ്പെട്ട ഒന്നാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു സാറിനത് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ പറ്റും, ഒരുപക്ഷെ ഒരു മകൻ എന്ന രീതിയിൽ, ഒരമ്മയെ സ്നേഹിക്കുന്ന മകൻ എന്ന രീതിയിൽ. ഈ ശരിക്കും പറഞ്ഞാൽ ഉർവശി അങ്ങനൊരു എനിക്ക് മാത്രമല്ല, ഏതൊരു മനുഷ്യനും മാതാപിതാക്കളെക്കുറിച്ച് ഒരുപാട് ഉണ്ടാവണം. പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. കാരണം നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, രൂപപ്പെടുന്നതെന്ന്. നമ്മൾ പ്രസവിക്കുന്നത് വരെ, ആ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പ്രായമാകുന്നത് വരെ, പിന്നെയും നമ്മൾ വളർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോഴും ആ മാറ്റമില്ലാതൊരു മനുഷ്യ ജീവിതത്തിൽ തുടരുന്ന ഒരു തണലാണ് അമ്മ എന്ന് പറയുന്നത്, ഉമ്മ എന്ന് പറയുന്നത്. അത് പല രൂപത്തിൽ, ശാസനയുടെ രൂപത്തിൽ, അന്വേഷിക്കലിൻ്റെ രൂപത്തിൽ, പിന്നെ പ്രാർത്ഥനയുടെ രൂപത്തിൽ ഒക്കെ അതിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇങ്ങനെ തുടരും. ഈ ഒരു വീട് നമ്മൾ പറയാറുണ്ട്, വീടിൻ്റെ ഡോർ എപ്പോഴും നമ്മൾ സന്ധ്യ കഴിയുമ്പോഴൊക്കെ അടയ്ക്കാറുണ്ട്, അല്ലെ രാവിലെ തുറക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അടയ്ക്കാത്ത ഒരു വീടാണ് ഈ അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത്. ഒരു വീടിനുള്ളിലെ ഒരു വീടാണത്. ഒരു കുടുംബത്തിനുള്ളിലെ ഒരു കുടുംബമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നഷ്ടം അതിങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 100 ദിവസമേ ആവുന്നുള്ളൂ. ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ചേർത്ത് വെച്ച്. എന്നെ കാണാനായിട്ടന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന ഈ KC വേണുഗോപാൽ MP, അദ്ദേഹം ഒരു MP എന്നുള്ള നിലയിലൊന്നും അല്ലാതെ എന്നോട് എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. മരിച്ചു കഴിഞ്ഞു ഉമ്മയെ മറന്നു പോവുമല്ല, നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഉമ്മ കയറി ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ മരിക്കുന്നതോടുകൂടി നമ്മളിൽ ജീവിച്ചു തുടങ്ങുക. നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യം ഉമ്മയുടെ ഉള്ളിൽ ജനിക്കുന്നു, പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ലോകം മറ്റേതൊക്കെ ആയിട്ടാകുമ്പോൾ ഉമ്മ അവിടെ ഉണ്ട് എന്ന് പറയുന്ന, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ ഉണ്ട്, ഉമ്മ ഉണ്ടല്ലോ, അങ്ങനെ പറയുന്ന വിചാരിക്കുന്ന ഉമ്മ അവിടെ ഇല്ലാതാവുമ്പോൾ, നമ്മൾ എവിടെയാണോ ഉണ്ടെന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവുമ്പോൾ ആ ഉമ്മ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷങ്ങളിലും മിസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ മിസ് ചെയ്യുകയാണ്. ഓരോ സംഗതികളിലിരിക്കുമ്പോഴും, ഓരോ വേദിയിലിരിക്കുമ്പോഴും, നമ്മൾ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ മിസ് ചെയ്യുകയാണ്. ഉമ്മ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഞാനത് ഓർത്തത് വളരെ മിതമായ വാക്കുകളിൽ, എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് എൻ്റെ ചെവിയിലേക്കാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷെ അത് സത്യത്തിൽ അത് 100% വാസ്തവം. അമ്മ ഇല്ലാത്തൊരു ആദ്യത്തെ മാതൃദിനമായിരിക്കും, അല്ലേ? ആ അമ്മയില്ലാത്തത് എന്ന് പറയുന്നത് ഓരോ സംഭവങ്ങളിലും ഞാനിങ്ങനെ ഓർക്കും. ഇങ്ങനെ ഉമ്മയില്ലാത്ത ഇങ്ങനെ മാതൃദിനം അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ അത് ഓർക്കാനുള്ള കാരണം, എൻ്റെ വീടിനോട് ചേർന്നാണ് സഹോദരി താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു, കൂട്ടിലിട്ട് വളർത്തുന്നത്. അപ്പോൾ തത്തമ്മ എൻ്റെ ഉമ്മയെ എല്ലാവരും
ഞാനും ജ്യേഷ്ഠനും ഒക്കെ ആണെങ്കിൽ എല്ലാവരും വാപ്പുമ്മ എന്നുള്ളത് കൊണ്ട് വാപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ തത്തമ്മയും വാപ്പു എന്ന് ഉമ്മയെ വിളിക്കുമായിരുന്നു. ഉമ്മ സുഖമില്ലാതിരിക്കുന്ന അവസാന സമയത്ത് ഈ തത്തമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഈ തത്തമ്മയെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വാപ്പു എന്ന് വിളിക്കാൻ വേണ്ടി ഉമ്മയെ വിളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ആ തത്തമ്മ പറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ചിലതൊക്കെ നമ്മളിൽ നഷ്ടപ്പെടണം. നഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ഭയങ്കരമായ സന്തോഷം നഷ്ടപ്പെട്ടേ പറ്റൂ. പിന്നെ നമ്മൾ മകനാണ്, അവരുടെ തണലില്ല എന്നുള്ള ആ തണൽ നഷ്ടപ്പെടണം. ആ തണൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അതില്ലാതിരിക്കുന്നതിൻ്റെ ഒരു ചൂട് നമ്മളിലേക്ക് പതിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഉമ്മ യാത്രയായതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടർബുലൻസ് പലതരത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കുറേ പേഴ്സണലാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഉമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഉമ്മ പെട്ടെന്ന് ഉറക്കം ഒഴിഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ മോനോട് എനിക്കെന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, അവനെ ആരെങ്കിലും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്നതേ നമ്മൾ അറിയിക്കാത്തത് അറിയുന്ന ഒരു 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 റിസീവറോ അല്ലെങ്കിൽ ഒരു അബ്സോർബറോ, ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക ഭാഷ, അതൊരു ഉമ്മയുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചിലത് പറയണ്ട അമ്മയോട്, അമ്മ അറിയും. ഇനി മുഖം കണ്ടില്ലെങ്കിൽ പോലും ആ സമയം വൈകലിൽ അറിയും, ശബ്ദം ഇടറുമ്പോഴറിയും. അങ്ങനെ അറിയുന്ന ഒരു ഉമ്മയുടെ ഭാവമുണ്ട്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം ഒരു സംഗതിയായിരിക്കും എന്ന് വിചാരിച്ചപ്പം അങ്ങനെയല്ല. ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് സംസാരിച്ചപ്പോൾ, അബ്ദുൾ സമദ് സമദാനിയോട് സംസാരിച്ചപ്പോൾ, പിന്നെ നിരവധി എഴുത്തുകാരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ 50, 60, 70 ഒക്കെ വയസ്സായെങ്കിലും അവരുടെ ഉള്ളിൽ അമ്മയുടെ ഓർമ്മകളിൽ അവർക്കെല്ലാം നിസ്സഹായമായൊരു ബാല്യമാണുള്ളത്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ അമ്മയുമായിട്ട് ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകൾ എന്തായാലും ഉണ്ടാവും. അതിൽ ഏറ്റവും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു നിമിഷം എന്ന് പറയാൻ പറ്റുന്നത് ഏതായിരിക്കും? അങ്ങനെ പറയുക എന്ന് പറയുന്നത് പിന്നെ അസാധ്യമാണ്. അങ്ങനെ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ മാത്രം വേറിട്ട് കാണാൻ ഒക്കില്ല. ഞാൻ ഉമ്മയുടെ ഓർമ്മകളും ഉമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളും ഉമ്മയോടൊപ്പം ജീവിച്ച കാലവും എല്ലാം ചെറിഷ് ചെയ്യുന്ന ഒരാളാണ്. അതിലിപ്പം നമുക്ക് മനോഹരമായി നെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഏതാണ്, ഒരു നൂല് ഏതാണ്, അല്ലെങ്കിൽ ഏത് സ്പോട്ടാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാത്തിനും ഒരേ ഡിസൈനാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയുക അസാധ്യമാണ്. മുറിഞ്ഞുപോയ അല്ലെങ്കിൽ എവിടെയാണോ ആ ഇഷ്ടപ്പെട്ട മനോഹരമായ ആ ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം അല്ലെങ്കിൽ ആ ഒരു സംഗതി, അത് മുറിഞ്ഞുപോയ നിമിഷമാണ് ഏറ്റവും നഷ്ടത്തിൻ്റെ നിമിഷം എന്ന് പറയാമെന്നല്ലാതെ ബാക്കി നമ്മൾ മറിച്ച് നോക്കുമ്പോൾ അതിലേതായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു നിസ്സഹായതയുണ്ട്. അമ്മയുടെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയില്ലാത്ത ആ ഒരു ശൂന്യത തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് കോമ്പൻസേറ്റ് ചെയ്യണം, ആ വേദന ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അത് തീരണം എന്നിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മരണവേദന വരെ ആ വേദനയായി എൻ്റെ ഉള്ളിലത് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും എന്നോട് പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കവരോട് ദേഷ്യമാണ്. ആരെങ്കിലും ഒരാളിങ്ങനെ ഉമ്മ മരിച്ചത് മറക്കണം, ആ വേദന അങ്ങനെ പാടില്ല, അങ്ങനെ വരണമെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് തർക്കിക്കാറുണ്ട്. അങ്ങനെ അത് മാറേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പകരം ആ ഉമ്മയെപ്പോലെ സ്നേഹം തരുന്ന ഒരു ഉമ്മയുണ്ട്. പല സന്ദർഭങ്ങളിലും അങ്ങനെ എന്നോട് സ്നേഹിക്കുന്ന പല അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട്. ആ ഒരു ഉമ്മയെ, എൻ്റെ ഉമ്മയ്ക്ക് പകരം, ഉമ്മ എന്നൊരു സംഗതിക്ക് പകരമില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സ്നേഹവും അതുമൊക്കെ അനുഭവിച്ച് കാണണമെന്ന് തോന്നുമ്പോൾ പോയി കാണുക, മിണ്ടണമെന്ന് പോകുമ്പോൾ മിണ്ടുക, അങ്ങനെ അങ്ങ് നമ്മളെന്താ പറയുന്നത്, അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ആകാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം.
അപ്പോൾ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ കുറേയധികം ഉമ്മമാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് സാർ. അപ്പോൾ അവരിലൊക്കെ സ്വന്തം ഉമ്മയെ കാണാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വലിയ സന്തോഷമായിരുന്നു എൻ്റെ ഉമ്മയ്ക്ക്. ഈ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് വന്ന് എന്നോട് പറയുമായിരുന്നു, അവിടെ ചെന്നപ്പോൾ ഇന്നാരുടെ ഉമ്മയല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നോടൊപ്പം ജീവിച്ചുമ്മ കൊതി തീർന്നിട്ടുണ്ടാവില്ല. അതിടയ്ക്കുമ്മ പറയാറുണ്ട്, സഹോദരങ്ങളായാലും എല്ലാവരും ഇങ്ങനെ അത്തരത്തിലാണ് ഉമ്മയെ. ഈ ശരിക്കും പറഞ്ഞാൽ ഞാനും ജ്യേഷ്ഠനും പെങ്ങന്മാരും ഒക്കെ എപ്പോഴും കൂടുമ്പോൾ ഇപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ഇത്രമേൽ നമ്മളിൽ ഉമ്മ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ജീവിച്ചിരുന്നപ്പം അറിഞ്ഞില്ല എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഇതറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അമ്മമാരെ സഹായിക്കുക, അവർക്ക് സന്തോഷമാവുക, അവരോട് സന്തോഷ വർത്തമാനം പറയുക, അവരെ സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണ്. എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു വയസ്സിൽ വന്നവരെ അങ്ങനെ കരുതുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഉമ്മ ജീവിച്ചിരുന്ന സമയത്ത് സാറിന് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ ഒരിടത്ത് യാത്ര ചെയ്ത് പോകണമെന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. ദുബായിൽ പോകണമെന്ന് ഉമ്മ 1-2 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറയും നമുക്ക് 2 കൂടെ പോകാമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ദുബായിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പെയിൻ അനുഭവിച്ചത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ സന്തോഷങ്ങളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ഞാനൊരു ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു മാനസികമായി. നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലൊരു കൂട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ സുഹൃത്ത് ഫിറോസിനോട് പറഞ്ഞു. കാരണം അവനോടും പറഞ്ഞിരുന്നു അങ്ങനെ ഒരുമിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. മനഃപൂർവ്വം അല്ല, അപ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ വേറൊരു കണ്ടീഷനായി, ഉമ്മായിക്ക് കുറച്ചുകൂടി ഉമ്മ വീക്കായി വരുന്ന പോലെ തോന്നി. അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാലും മക്കത്തും മദീനത്തും ഒക്കെ ഉമ്മ പോയി, മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷേ ഇങ്ങനൊരു ആഗ്രഹം നമുക്ക് 2 കൂടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അത് സാധിച്ചില്ല. അങ്ങനെ എല്ലാം ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ. ഉമ്മായിക്കും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാവും, അതുണ്ട്. ഉമ്മയ്ക്ക് പറയാൻ പറ്റിയില്ല എന്ന് ഫീൽ ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഉമ്മായിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ഉമ്മായിക്ക് പറയാൻ പറ്റിയില്ല. ഉമ്മയുടെ ഒരു വലിയ ഭാഗ്യം. അങ്ങനെയല്ല, അതായത് ഇപ്പോൾ ഉമ്മയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു എന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെയില്ല. ഉമ്മ അങ്ങനൊരു സംഗതിയേ ഇല്ല. ഈ ശരിക്കും ഞാൻ സംസാരിക്കുന്ന ഫ്ലോയും അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കൃത്യമായി മറുപടി പറയുന്നതും എൻ്റെ ഉമ്മയിൽ നിന്നാണ് ആർജിച്ചത്. എൻ്റെ വാപ്പ സൈലൻ്റ് ആയിരുന്നു, വളരെ നിശബ്ദനായിരുന്നു. ഉമ്മ അങ്ങനെ ആയിരുന്നില്ല. അത് വലിയൊരു സന്തോഷം ഈ മരണത്തിലും ഉള്ളതെന്നാണ്. ഉമ്മ ഇങ്ങനെ പറഞ്ഞങ്ങ് യാത്രയാവുമായിരുന്നു. അവസാന ശ്വാസം വരെ ഉമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനവും തണുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഓരോരുത്തരുടെയും പേര് വിളിച്ചു, അടുത്ത് നിന്നു, കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കെ ഉമ്മ അങ്ങടങ്ങ് പോവുമായിരുന്നു ചെയ്ത്. അപ്പോൾ ഉമ്മയ്ക്ക് ഒരിക്കലും ഒരു മറവിയോ സംസാരത്തിനൊരു പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല. ഈ മരണത്തിൻ്റെ തലേന്നാൾ രാത്രി എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ, പെങ്ങളും ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കട്ടിലേ കിടക്കുന്നു. പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ള ഒരു ചിന്തയൊന്നും മനസ്സിലില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഏറ്റവും ഉള്ള ആൾ. അപ്പോൾ എൻ്റെ പെങ്ങന്മാർക്കൊക്കെ എന്നെക്കാൾ 10, 25, 30 വയസ്സ് കൂടുതലുള്ള മൂത്ത പെങ്ങൾക്കൊക്കെ അങ്ങനെ അത്രയും പ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെ തൊട്ടിയിലിട്ട് ഈ ഉമ്മ പാടിയ പാട്ടുകൾ മൂത്ത പെങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവരാ പാട്ട് പാടിയപ്പോൾ അതിലെ വരികൾ തെറ്റിയപ്പോൾ ഉമ്മ അങ്ങനെ കിടന്നുകൊണ്ട് ആ വരി തെറ്റാതെ പൂർണ്ണമായിട്ട് പാടി. അപ്പം അങ്ങനെയൊന്നും പറയാനിരുന്നത് പറയാതെ പോയി എന്ന് പറയുന്ന ഒരു ചിന്ത ഒട്ടുമില്ല. പറയേണ്ടതെല്ലാം ഉമ്മ പറഞ്ഞു, നന്നായി പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, ഷാർപ്പായി പറഞ്ഞു. അതിലൊന്നും ഒരു ഇതില്ല. പക്ഷേ അങ്ങനെ പറയുന്ന, ഇടപെടുന്ന ഒരാൾ
പോകുമ്പോഴത്തേക്ക് അതുണ്ടാക്കുന്നൊരു നിശബ്ദതയുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ഉമ്മായിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു നിശബ്ദത അതുണ്ട്. അമ്മയുടെ ശൂന്യത അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് തുടരാനാവാത്തതുകൊണ്ട് തൽക്കാലം നമ്മളിതാ ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ റേഡിയോ 91.2 അങ്കണത്തിൽ വെച്ച് നടന്ന വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ച വാക്കുകളിലേക്ക് പോകാം. വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന് പറയുന്നൊരു പദ്ധതിയെക്കുറിച്ച് ആവർത്തിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഏറ്റവും പ്രയാസപ്പെടുന്ന, സാധാരണ പ്രയാസപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അത് മതിയാവുന്നതല്ല, കാരണം ഒരുപാട് പേർ പ്രയാസപ്പെടുന്നവരുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രയാസപ്പെടുന്ന കുറച്ച് പേരെ മറ്റെല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്ത് അവരുടെ പ്രയാസങ്ങളുടെ പേരിൽ മാത്രം അത് കണ്ടറിഞ്ഞ് അവരെ കണ്ടെത്തി ഏതാണ്ട് 2 വർഷം മുമ്പ് വരെ അവരുടെ വീടുകളിലേക്കും ഇപ്പോൾ എല്ലാ 2ാം ശനിയാഴ്ചയും അവർ തന്നെ നേരിട്ട് കഴിയുന്നവർ എത്തുകയും കഴിയാത്തവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ നിശബ്ദമായ ജീവിതത്തിലെ കർമ്മമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് എന്ന അർത്ഥത്തിൽ കാണാവുന്ന ഒരു പരിപാടിയാണ് വിശപ്പ് രഹിത കരുനാഗപ്പള്ളി. 8 വർഷമായി. ഈ 8 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ 8ാം വർഷമാണ്. ഏതാണ്ട് 13 പേർ വിവിധ ഘട്ടങ്ങളിൽ നമ്മളുടെ ഗുണഭോക്താക്കളായിരുന്നവർ മരണപ്പെട്ടുപോയി. മരണപ്പെട്ടവരിൽ നിന്നും അനുശോചനമോ അത്തരം പരിപാടികളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അവരുടെ വാട്സപ്പ് കാർഡുകളൊന്നും മൊബൈലിലൂടെ പ്രവഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരും മനുഷ്യരായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ജനിച്ചവരാണ്, കുടുംബം ഉണ്ടായിരുന്നു. ജീവിത പ്രയാസങ്ങളിൽപ്പെട്ട് അവർ വീണുപോയി. മേൽവിലാസം, വലിയ ജ്വലിക്കുന്ന മേൽവിലാസം ഇല്ലാതെ അവർ മടങ്ങിപ്പോയി ഉടയ തമ്പുരാൻ്റെ അടുത്തേക്ക്. അതിലൊരു വലിയ സംതൃപ്തിയുള്ളത്, പലരും അങ്ങനെ അവസാനമായി കഴിച്ച ഭക്ഷണം ഇതുപോലെ ഒരുപാട് മനുഷ്യർ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകളെ കാണാതെ, ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ ഒന്നും എനിക്ക് വ്യക്തിപരമായി ആരെയും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ആളുകളിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നന്ദി വാക്കും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ, വോട്ട് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളുമേ പ്രതീക്ഷിക്കുന്നില്ല. ഇത് സഹായിക്കേണ്ടത് ബാധ്യതയാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുടങ്ങിയത്. ഇതിനുവേണ്ടി ചിലവാക്കിയ തുക അപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ ഒരു 1.5 കോടിയിലേറെ രൂപ 8 വർഷമായി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. 8ാം വർഷമാണ്. 8ാം വർഷം ഈ പരിപാടിയുമായി സംസാരിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരോർമ്മ കൂടി ചേർത്ത് വെക്കുന്നൊരു ചിത്രമുണ്ട് ഇതിൻ്റെ എംബ്ലത്തിൽ. അതെൻ്റെ ഉമ്മയാണ്. പലപ്പോഴും ഇത്തരം ചടങ്ങുകളിൽ സാന്നിധ്യമായിരുന്നു ഉമ്മയും. ഈ ഉമ്മയുണ്ടായിരുന്നു പലപ്പോഴും. ഇവരൊരുമിച്ച് കല്ലിട്ട വീടുകളുണ്ട്, പാലുകാച്ചിയ വീടുകളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് അന്വേഷിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന തുക എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യാനായി. ഇപ്പം ഈ പരിപാടിയിൽ പുത്തൻതെരുവിൽ ഒരു അടിപ്പാത കൊണ്ടുവരുന്നതിന് വേണ്ടി
വലിയ കഠിനമായി പ്രയത്നിച്ച 2 അനുജന്മാർ, 2 സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഇല്യാസും സുധീറും ഉണ്ട്. ഇല്യാസിനും സുധീറിനും കഴുത്തിലിട്ട് കൊടുക്കാൻ ഒരു ഷാൾ വേണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഈ ഷോളിനൂടെ തടക്കി നടക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ പ്രോഗ്രാമിന് പോയിട്ട് വന്നാലും ഷോളുകൾ കൊണ്ടൊന്ന് ഉമ്മയെ ഏൽപ്പിക്കുമായിരുന്നു. അതിങ്ങനെ അടുക്കി വെച്ച ശേഷം ഓരോ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിടുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഉമ്മയുടെ ഓർമ്മ കൂടി ചേർത്ത് വെച്ച ഒരു 8ാം സീസണാണ്. പ്രാർത്ഥിക്കണം, ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും അമ്മയ്ക്കും, എല്ലാവരുടെയും സഹായിച്ച മനുഷ്യർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമുക്കൊക്കെ ശേഷവും ഈ നന്മ നിലനിൽക്കണം. നമുക്കൊക്കെ ശേഷവും കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ സമൂഹത്തിൽ ആളുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. മരിക്കുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല അമ്മയും അച്ഛനും ഉമ്മയും ഒന്നും. ജീവിച്ചിരിക്കുമ്പോൾ നിറയെ സ്നേഹവും സമയവും ഒക്കെ നൽകേണ്ടവരാണവർ. എൻ്റെ കണക്കെടുക്കുമ്പോൾ എനിക്കൊക്കെ ഉണ്ട് കുറ്റബോധം, അത്ര സമയം എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ പോകുന്ന അധ്യായങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. ഏതായാലും അങ്ങനെ തുടങ്ങിയ ഈ പദ്ധതിയിലൂടെ കുറേ മനുഷ്യർക്ക് വിശപ്പകറ്റാൻ, പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമാണ്. അതിനെ പ്രയത്നിച്ച എല്ലാവരെയും ഓർക്കുന്നു, എല്ലാ മനുഷ്യരെയും ഓർക്കുന്നു, അതിന് പിന്തുണ നൽകിയവരെ ഓർക്കുന്നു, ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി അതിന് സഹായം ചെയ്യാൻ വേണ്ടി ഓടിയെത്തിയ സാധാരണ മനുഷ്യരെ ഓർക്കുന്നു. ഒരു കാര്യം 2 കൈയും ഉയർത്തി പറയാം, ഒരു മനുഷ്യരോടും അവരുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ നോക്കി അവിടെ ചെന്ന് ഏതെങ്കിലും കടയിലോ സ്ഥാപനങ്ങളിലോ ചെന്ന് യാചിച്ച് വാങ്ങിച്ചതൊന്നുമില്ല ഈ കൂട്ടത്തിൽ. ഇത് കേട്ടറിഞ്ഞ് സന്തോഷത്തോടെ സന്മനസ്സോടെ തന്ന മനുഷ്യരുടെ സമ്പത്ത് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇതിനെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട VIP. ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ഉമ്മയ്ക്ക് പകരമാകാൻ ഒരുപക്ഷെ പ്രസവിച്ച ഉമ്മ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അന്വേഷിക്കലുകൾ കൊണ്ടും ഒക്കെ കാണാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ സമ്പത്താണ്, വലിയ സമ്പന്നതയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് അതൊക്കെയാണ്. കാശൊന്നും ഒരു വലിയ സമ്പത്തല്ല. കഴിഞ്ഞ ദിവസം ഒരാളുടെ കഥ വായിച്ചു. 528 കോടി രൂപയുടെ 71 മുറിയുള്ള വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. എയർസെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമയായിരുന്നു. ചിന്നക്കണ്ണൻ എന്നാണ് പേര്. 4 സ്ഥലങ്ങളിൽ കോടീശ്വരന്മാരുടെ കൊട്ടാരങ്ങളിൽ നിന്ന് അദ്ദേഹം പാപ്പരാണ്, ഒരു പാവപ്പെട്ട വീട്ടിൽ താമസിക്കുകയാണ്. 2018 വെറും 5 വർഷം കൊണ്ട് സമ്പന്നം. അപ്പം അതുകൊണ്ട് അതൊന്നുമല്ല സമ്പത്ത്. മുച്ചായി പറഞ്ഞതുപോലെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഫിറോസിൻ്റെ ഉമ്മയാണ്. എനിക്കിപ്പോൾ ഒരു സമാധാനവും സന്തോഷവും പ്രയാസം തോന്നുമ്പോഴൊക്കെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മയാണ്. സ്വാഗതം ചെയ്യുന്നില്ല, ദീർഘനാൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒപ്പമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട KRDയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് M. ഇബ്രാഹിം കുട്ടി സാറാണ്. 30 വർഷമായി ഒരുമിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. 30 വർഷം 2 മനുഷ്യർ തമ്മിൽ സ്നേഹത്തിൽ കഴിയുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാളിനെ സഹിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതൊരു പക്ഷേ ഇബ്രാഹിം കുട്ടിക്കായ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നെ സഹിച്ചു എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലില്ലാതെ, വഴക്കില്ലാതെ 30 വർഷം കഴിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ പിന്തുണ, സഹായം, സാന്നിധ്യം എല്ലാ പരിപാടികൾക്കും വലിയ കരുത്താണ്. ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മുരളി സാർ ശബ്ദം കൊണ്ടും പ്രവർത്തനശേഷി കൊണ്ടും എന്നെക്കോളൊക്കെ ചെറുപ്പമാണ്. സാക്ഷരതാ രംഗത്ത്, ലൈബ്രറി രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന ആളാണ് പ്രിയപ്പെട്ട സാറ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിൽ സാന്നിധ്യമായതിൽ ഒരുപാട് സന്തോഷിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സ്നേഹസേന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമുണ്ട്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടം, അവരാണ് ഈ സംഗതികളൊക്കെ സാധ്യമാക്കിയത്. 14 വീട് കൊടുത്തു, 100 കണക്കിന് ആളുകൾക്ക് കക്കൂസ് കൊടുത്തു, കിണർ കൊടുത്തു, ചികിത്സാ ധനസഹായം കൊടുത്തു, പാവപ്പെട്ടവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു, ഒട്ടേറെ കാര്യങ്ങൾ. ഇതൊന്നും എണ്ണി ആളുകളെ കാണിച്ച് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതിനല്ല ഇത്. ആ കൂട്ടത്തിലുള്ള 100 കണക്കിന് ആളുകളുണ്ട്. അവരെ പ്രതിനിധീകരിച്ച് 10 പേര് സെമിയ വന്നിട്ടുണ്ട്. സെമിയയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് GSTയിൽ. അവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇതിലൊക്കെ കൂടുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നന്മയിലുള്ള ഇഷ്ടം കൊണ്ടാണ്. പ്രകാശ് മയൂരി എന്ന് എനിക്ക് തോന്നുന്നു പുറയിലത്തെ വാതിൽ ചാടിയും കണ്ടിറങ്ങി വന്നു കടയിൽ നിന്ന്. പ്രിയപ്പെട്ട RKP ഉണ്ട്, നൗഫലുണ്ട്, ഉത്രാടമുണ്ട്, സൂബിയുണ്ട്, പിന്നെ നവാസ് ഉണ്ട്, ബിനു ഉണ്ട്, ഫസലുണ്ട്, രേഷ്മ ടീച്ചറുണ്ട്, അങ്ങനെ അടക്കമുള്ള എല്ലാവരും ഉണ്ട്, ലക്ഷ്മിയുണ്ട്. ഒരുപാട് മനുഷ്യരുണ്ട്, വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽ രാഷ്ട്രീയത്തിലൊക്കെ വിശ്വസിക്കുന്നവർ. അങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യം വലിയ സന്തോഷം പകരുന്ന ഈ നിമിഷത്തിൽ അവരെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട റഹീം പുള്ളിയിൽ, അതുപോലെ പഞ്ചായത്ത് മെമ്പർ യൂസുഫുക്ക, കാട്ടിലമ്പലത്തിൻ്റെ പ്രസിഡന്റ് ദിനേഷ്, പ്രിയപ്പെട്ട അനുജ സുഹൃത്ത് സജിത്ത്, പിന്നെ നിയാസ്, റഹീമുക്ക, പിന്നെ അങ്ങനെ അടക്കം ഇല്യാസ്, നമ്മുടെ ശക്തികുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട താഹ അടക്കമുള്ള എല്ലാവരെയും, പിന്നെ എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങളെ ഒട്ടും വിഷമിപ്പിക്കരുത്. ആകെ നിങ്ങളുടെ ഒരു വർഷത്തിൽ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ നിങ്ങളെ വിളിക്കുന്നത് പോലും. അത് വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയൊന്നുമല്ല, സഹായിച്ച മനുഷ്യർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് കൊടുത്തത് എന്നൊന്ന് അവർക്ക് കൂടി ബോധ്യപ്പെടാനാണ്. അവരാണല്ലോ സഹായിക്കേണ്ടത്. അല്ലാതെ വേറൊരു കാര്യത്തിന് നിങ്ങളെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഏതായാലും അങ്ങനെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.